ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാൻ HNS ക്ലിനിക്കിലാണ് വന്നിട്ടോ. നമ്മളെ 1 year സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. കാരണം വളരെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടായിരുന്നു ഷിയാബ്. എനിക്കൊക്കെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടല്ല, നമ്മൾ മുടിയില്ലാത്തൊരവസ്ഥയിലുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ അതേമാതിരി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറച്ചൊന്നുമല്ല, നല്ല രീതിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിയാണ്ട് അത്യാവശ്യം നമുക്ക് മുടിയും ഇപ്പൊ ആൾക്കാരെയൊക്കെ ഇറങ്ങാനുള്ള കോൺഫിഡൻസും ഇതുപോലെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ തന്നത് നമുക്ക് ഇവിടുത്തെ ക്ലിനിക്കാണ്, HNS ക്ലിനിക് എന്നാണ്. അപ്പൊ അവിടെ വന്നിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ നമ്മൾ കരുതണേ. അപ്പൊ കേക്ക് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് ഇവിടെ നമ്മുടെ സ്റ്റാഫിനെ കൊണ്ടുപോയി ഇവിടുന്ന് ഓർഡർ ചെയ്ത് അവിടുന്ന് വാങ്ങിച്ചു വന്നു കേട്ടോ. അപ്പൊ കേക്കോടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിനെ എല്ലാവരും കിട്ടിയിട്ട് മൊത്തമായിട്ടൊരു കേക്ക് കട്ടിങ് പരിപാടിയാണ് പ്ലാനിങ്. അതോടൊപ്പം തന്നെ ഇവന്റെ റിസൾട്ട് നോക്കാം. ഇവനും 1 year ആയി, ഞാനും 1 year ആയി. ഷിയാബിന്റെ തിക്നെസ് നമ്മൾ നോക്കുന്നുണ്ടോ, 3500 ഗ്രാഫ്റ്റ് ഈ ഫ്രണ്ടിലാണ് അവൻ വെച്ചത്. ഇപ്പോൾ ബാക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട് ഹെയർ ലൈൻ നല്ല അടിപൊളി ഹെയർ ലൈനൊക്കെ പക്ക കേട്ടോ. അത് നമ്മൾ സെറ്റായിട്ട് വന്നാണ്. ഇവിടെ 2-3 മുടി ഒന്നുള്ളൂ GFC ചെയ്തിട്ടാ. കുറച്ച് മുടി ഉണ്ടല്ലോ അല്ലേ? എത്ര ബേബി ഐസ് ഇല്ല ഇവിടെ. ബേബി ഐസ് ഒക്കെ വന്നാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ മുടി, നാച്ചുറൽ ലുക്കുള്ള മുടി. ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ, അറിയേയില്ല. സെറ്റാണ് സംഭവം, അടിപൊളിയാണ്. എൻ്റെ ബാക്കൊക്കെ നരച്ചു കേട്ടോ. ബാക്കൊന്നും എടുത്തൊന്നും അറിഞ്ഞിട്ടോ. എടുത്തൊക്കെ നല്ല ഫില്ലായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ റിസൾട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ല, എൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഓൻ്റെ ഉണ്ടാവും, ഓൻ്റെ ചാനലുണ്ടാവും എൻ്റെ റിസൾട്ട് ഒന്നുകൂടി. ഒരേ ദിവസമാണ് ചെയ്തത്, അത് ഒരേ ദിവസം PRP 1 year ഒരേ ദിവസം എല്ലാം ഇതാണ്. ഇന്നിപ്പോൾ 8-ാം തീയതിയാണ്, നമ്മൾ 5-ാം തീയതിയാണ് ഇറങ്ങിയത് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേ 5-ാം തീയതിയാണ് നമ്മളെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ട്. ഇപ്പൊ ഇന്ന് ചെയ്യുന്ന 3-4 പേരുണ്ട്. ഒക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു ഇൻസ്പയർ ആണ്, അതുപോലെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ സാധിച്ചതിൽ നല്ലൊരു സന്തോഷം വേറെ തന്നെ ഉണ്ട്. ഈ ഒരു വർഷം നമുക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റി എല്ലാം കൊണ്ട്. ഇപ്പോൾ സഫ്വാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം സഫ്വാൻ നല്ലപോലെ റീച്ചിങ് കിട്ടി. പിന്നെ അവന്റെ ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നു. അതാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കാരണം ഇവന്റെ തലേന്ന് കണ്ടില്ലേ, ഇവന്റെ തലേന്ന് മാക്സിമം നല്ല തിക്കോടുകൂടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മുടി. നല്ല ഗ്രോത്ത് ഉണ്ട്. ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെ ഇല്ല, ഒന്ന് എനിക്കാണെങ്കിലും ഫ്രണ്ടിൽ തീരെ ഒട്ടും ഉണ്ടായിരുന്നില്ല. കുറെ ട്രാൻസ്പ്ലാന്റേഷൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടുന്ന് നല്ല പല ക്ലിനിക്കിൽ ചെയ്തോലുണ്ട്. അപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ധൈര്യമായി. പിന്നെ അത് മാത്രമല്ല, ക്യാഷ് ഇല്ലാത്തവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാഷ് ആ ഒരു ക്ലിനിക്കും കൂടിയാണ് ഇത്. ഇവിടെ അത് സത്യമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഒരു ഗ്രാഫ്റ്റിന് 22 രൂപ 18 രൂപയൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഞാനും പോയിട്ട് കൺസൾട്ട് ചെയ്താൽ മുന്നേ. പക്ഷെ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അത് വേറെ ഉണ്ട്. നമ്മളിവിടെ ചെയ്തിട്ട് ഇപ്പോ കുറെ ആൾക്കാർ മെസ്സേജ് ഇപ്പോഴും പഴയ 10 രൂപ തന്നെയാണോ, ഇവിടെ 10 രൂപയാണ് വാങ്ങുന്നത്. അപ്പൊ ഇപ്പോഴും ഒരു അത്യാവശ്യം നല്ല തിരക്കുള്ള ക്ലിനിക്കാണ് ഇപ്പോൾ. എന്നാലും ആ റേറ്റ് ഒരു മാറ്റം വരുത്തില്ല. ആ ക്വാളിറ്റിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ടെക്നീഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. അത് കുറെ ആൾക്കാർ സംശയം, നമ്മൾ ചെയ്ത ആളെ ടീമിനെ കിട്ടും. ആ ഒരു സർവീസ് ആണെങ്കിൽ അത് നമ്മള് കേക്ക് കട്ടിങ് കാണിച്ചു തരാം. നമ്മളെ പിന്നില് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തന്നെ സർവീസ് ഉണ്ട്. ഇപ്പൊ ഒരു ദിവസം സ്റ്റേ അടിക്കുന്നുണ്ട്. അതിന് ആ സ്റ്റേ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം അവർ തന്നെ നേഴ്സ് തന്നെ എല്ലാം നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കെയറാ. ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത്, അപ്പൊ കുറച്ചൊരു ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കെയറിങ്. നമ്മള് ഇവിടെ ഓക്കെ ആണ് കാര്യങ്ങൾ. നമ്മൾ ഇവിടെ കഴിഞ്ഞു പോയ ശേഷം അവർക്ക് മനസ്സിലായിട്ടോ നല്ല കെയറിങ്ങും കാര്യങ്ങളും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ അതിനേക്കാളും നല്ലൊരു കെയറിങ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ബെസ്റ്റ് ആണ്. കാരണം ഇതുവരെ ഞാൻ ഇവിടെ ഒന്ന് ചെയ്യണമെന്ന് ആരോട് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നമ്മളെ റിസൾട്ട് അറിയില്ലേനി. ഇപ്പൊ ആ റിസൾട്ട് നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. കറക്റ്റ് പക്ക റിസൾട്ടാണ്. നമുക്ക് 4000 ഗ്രാഫ്റ്റാണ് വെച്ചിരുന്നത്. അതിൽ 3/4 ഭാഗം ഫുള്ളും വന്നു തന്നെ പറയാം. കാരണം അത്രയും തിക്കായിട്ട് മുടി വന്നിന് കണ്ടാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് HNS കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ താല്പര്യമാണ്. അത് വേറെ കേരളം വിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അതൊന്നൊരു ഈ റീസൺ അല്ല. കാരണം ഒറ്റ വണ്ടി കയറി അവിടെ എത്തി. അല്ല, കുറെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാഫ്റ്റ് 10 രൂപയാണ്. നല്ല എൻ്റെ തിക്ക് കണ്ടിട്ട് നല്ല അവർക്ക് ഹാപ്പിയായി. ഇവിടെ ചെയ്ത് കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവർ എറണാകുളം ടീമാണ്, ഒരുപാട് കാശുണ്ട്. പക്ഷെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തിട്ട് വരേണ്ട ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ചെയ്ത കുഴപ്പമുണ്ടോ, ട്രാവലിംഗ് ദൂരം കൂടുതലല്ലേ, അപ്പോൾ ക്യാഷ് ഒരുപാടുള്ളതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ നിന്ന് ചെയ്യാം. പക്ഷെ എൻ്റെ റിസൾട്ട് എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അഫോർഡബിൾ പ്രൈസുമാണ്, നല്ല കെയറിംഗ് ആണ്, സർവീസാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. എവിടെ നിന്ന് ചെയ്യണം എവിടെ ചെയ്യണ്ടെന്നുള്ളതൊക്കെ.
അത് ഇന്നാളെ നമുക്ക് ഡോക്ടറോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കണം. കേരളത്തിൽ സംഭവം ഈ ക്ലിനിക്ക് തുറന്നു കഴിഞ്ഞാലേ ഭയങ്കര ഉപകാരകരം. കാരണം കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്കൊക്കെ മെയിൻ പ്രശ്നം അവിടെ നിന്നുള്ള ട്രാവലിംഗും പിന്നെ ക്യാഷിന്റെ പ്രശ്നം ഒരുപാട് പേർക്കുണ്ട്. സത്യം. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ പോയ സമയത്ത് തന്നെ 1.5 ലക്ഷം രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് വെറും എല്ലാം കൂടെ 38,000 രൂപയായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഇവിടുത്തെ മാത്രം ട്രാവലിംഗ് എക്സ്പെൻസ് കൂട്ടാതെ ഇവിടുത്തെ മാത്രം എക്സ്പെൻസ് 38,000 രൂപയായിട്ടുള്ളൂ എല്ലാം കൂടെ. ഏതായാലും നമുക്ക് ഡോക്ടറോട് ഒന്ന് അതും കൂടി ചോദിച്ചു നോക്കാം, എന്ത് നമ്മളെ ക്ലിനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി അടുത്ത കേക്ക് കട്ടിങ് കൂടി കാണട്ടോ. ഇപ്പൊ നമ്മളെ മുടി വെച്ചിട്ട് ഇപ്പൊ 1 വർഷമായി, നല്ല റിസൾട്ട് ആണ്. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഷിയാബിനും റിസൾട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ നിന്ന് എല്ലാവർക്കും പ്രശ്നം ഇങ്ങോട്ടുള്ള ട്രാവലിംഗ്. അപ്പൊ നമുക്കൊരു കേരളത്തിലൊരു ക്ലിനിക്കിനെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാത്തത്? കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൽ ഒരു ഇഷ്യൂ ആണ്, പിന്നെ എങ്ങനെ വരണമെന്ന് ബസ്സിന്റെ നമ്പർ ഇതൊക്കെ മാറുന്നുണ്ട് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഒന്ന് ഞാനോ സാറായിരിക്കും അങ്ങോട്ട് വരേണ്ടത്. നമ്മൾ ഒരാളുടെ ഇങ്ങനെ ഫ്രാഞ്ചൈസി പോലെ അങ്ങനെ തരത്തില്ല. കാരണം അത് നമ്മൾ ട്രീറ്റ്മെന്റിൽ കോംപ്രമൈസ് ചെയ്യുന്ന പോലെ ആകും. ഇപ്പം ഇപ്പോൾ സഫന ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് തരുവാണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ആണോ ടെക്നീഷ്യൻസ് ആണ് സ്റ്റാഫ്സ് ഒക്കെ ഇതൊക്കെയാണ് സാറായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അത്രയും ക്വാളിഫൈഡ് അല്ലാത്ത ടീമാണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമാണെങ്കിൽ അതിൽ ട്രീറ്റ്മെന്റിൽ കോംപ്രമൈസ് വരാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പേഷ്യന്റിനും അവർക്കും ബുദ്ധിമുട്ടാവും. പിന്നെ അത് ഫ്രാഞ്ചൈസി ആയിട്ട് വരുമ്പം അതെങ്ങനെ നമ്മൾ യൂഷ്വലി ഇത്ര എമൗണ്ട് തന്നിട്ട് മാസം ഇത്ര എമൗണ്ട് തരണം എന്നല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു മണി മൈൻഡഡ് പോലെ ആകും. നമ്മൾ ആ ഒരു ടാർഗറ്റ് എത്തിക്കാനായിട്ട് നമുക്ക് വരുന്നവരെല്ലാവർക്കും പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പിരിച്ചുവിടത്തേണ്ടി വരും. അത് ആകുമ്പോൾ അത് പേഷ്യന്റിന് അത് മോശമാണ്. കാരണം വളരെ ഡോണർ കുറവായിട്ടുള്ള ആളോ അല്ലെങ്കിൽ മെഡിക്കലി ഫിറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യുമ്പോൾ അത് അവർക്കും പേഷ്യന്റിനും ബുദ്ധിമുട്ടാകും. അത് ചെയ്യാൻ പാടില്ല. ഒരു പേഷ്യന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മെഡിക്കലി ഫിറ്റാണ്, അവർക്ക് ഡോണർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ കുറച്ചു മുടി മാത്രം എടുത്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഭാഗം വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അതൊക്കെ വളരെ മെഡിക്കലി ക്രൈമിന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഫ്രാഞ്ചൈസി ആയിട്ട് തരുമ്പോൾ നമ്മളായിട്ട് അത് ഒറിജിനൽ ആവില്ല. ഒരിക്കലും ഫ്രാഞ്ചൈസി തരുന്നത് ഒറിജിനൽ പോലെ വരത്തേയില്ല. ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഞാനോ സാറായിരിക്കും അവിടെ വന്നിരിക്കേണ്ടത്, എന്നാലേ നമ്മൾ തുടങ്ങുള്ളൂ. അങ്ങനെ വരുമ്പോഴൂ. കാരണം ഒരാൾക്ക് തന്ന് അത് പിന്നെ ഒരു ട്രീറ്റ്മെന്റിൽ കോംപ്രമൈസ് ചെയ്ത് അവർക്ക് അങ്ങനെ പോകാനേ പാടില്ല. അതുകൊണ്ട് നമ്മളെ ചെയ്യില്ല. ഇനി നമ്മുടെ വെച്ച് അങ്ങ് വരുവാണെങ്കിലും ഞാനോ അല്ലെങ്കിൽ സാറോ വരുവാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഒരാൾക്ക് തന്നിട്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യില്ല. അതുപോലെ മാം, നമ്മള് മുടി വരാൻ എന്തൊക്കെയുള്ളു കുറെ ട്രീറ്റ്മെന്റ് കാണാം, സ്റ്റെം സെൽ തെറാപ്പി, അതേപോലെ നമ്മൾ അൾട്രാ വയലറ്റ് ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ്? അതായത് മുടിക്കും നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 2 ട്രീറ്റ്മെന്റ്സേ ഉള്ളൂ. ഒന്ന് ഫുൾ കഷണ്ടി ആയിട്ട് അല്ലെങ്കിൽ കഷണ്ടി അത്രയും അടുത്ത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ആണ് ഓപ്ഷൻ. ബാക്കി ഹെയർ ഫോൾ ആണ് ഇപ്പം ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ PRP GFC അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയ റൂട്ട് ഫോർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ മുടി ഉണ്ടാക്കാനോ കഷണ്ടി ആയിട്ടുള്ള ഭാഗത്ത് പുതിയതായിട്ടൊരു മുടി വളർത്തിക്കാനായിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്ക് ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ നമുക്ക് മിനോക്സിലോത്ത് സൊല്യൂഷൻസ് എന്ത് ഉപയോഗിക്കുവാണെങ്കിലും പുതിയ മുടി എന്ന് പറയുന്ന സംഭവം വരത്തില്ല. അതൊക്കെ മെയിൻ്റനൻസേ ഉള്ളൂ. കുറെ ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് പുതിയ മുടി വരും, പഴയതുപോലെ ഉള്ളു കവർ ചെയ്ത് വരും. അങ്ങനെയല്ല, അതൊക്കെ മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ ഉള്ള മുടി കുറച്ചും കൂടി മോശമായ ഒരു കഷണ്ടി പോലെ ആകാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺസ് ഒരു ബാലൻസ് പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രാൻസ്പ്ലാന്റ് ആണ് ഓപ്ഷൻ ഉള്ളത്. അതെ, നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും നമുക്ക് സ്കിന്നിന്റെ റൂട്ട് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മരുന്ന് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് വരും, അതുകൊണ്ട് കൊഴിച്ചിൽ കൺട്രോളായി വരും. അല്ലാതെ പുതിയ റൂട്ട് തന്നെ ഇങ്ങനെ ഫോം ആവുന്ന പറഞ്ഞ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ഇങ്ങനെ ഷൈനിങ് പോലെ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പുതിയൊരു മുടി വളർന്ന് കിളച്ച് വന്ന് അങ്ങനത്തെ വരത്തില്ല. അതൊക്കെ ചുമ്മാ വെറുതെ നമ്മൾ പൈസ ചെലവാക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. അതിൽ പുതിയ റൂട്ടായിട്ട് അങ്ങനെ ഒരിക്കലും ഫോം ആവില്ല. ക്ലിനിക്കിൽ വന്നപ്പോ ഒരു 6 month ആയാളെ ഇതാട്ടത് ഹെയറാണ്, ഹെയർ ഗ്രോത്ത് ആണ്. ഹെയർ ലൈനൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഫില്ലാവാൻ നല്ലോണ്ട്, അത്യാവശ്യം ഫില്ലാണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലാണ് ചെയ്തത്. എത്ര ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ? 2500. ഇവിടെ വരാം ഫ്രണ്ട് മട്ടും. അതാണ് ഇവിടെ സെക്കൻഡ് സിറ്റിങ്ങിന് ഏകദേശം ആയിരുന്നു. ഫ്രണ്ട് ലേക്കാണ് ചെയ്തല്ലേ. ഫ്രണ്ട് ഒക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ചെയ്യാത്തായിരിക്കും. ബാക്ക് എടുത്തു ആകുന്നു കേട്ടോ. എടുത്തൊക്കെ നല്ല അടിപൊളി ഫില്ലായി വന്നിട്ടുണ്ട് കേട്ടോ. അറിയണമെന്നല്ലോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എടുത്തത്. അപ്പോൾ നമുക്ക് ചീറ്റ് ഉള്ള നോക്കട്ടെ. നോക്കാം, ചീയൊക്കെ സെറ്റായി. 5 മാസം കൊണ്ട് ഏകദേശം നമുക്ക് ഒന്ന് ചെയ്യുവാനുള്ള സെറ്റപ്പിലാവട്ടെ. ഹെയർ കണ്ടോ, ചെയ്യ വെക്കുമ്പോൾ ഫ്രണ്ടൊക്കെ പക്കായിട്ട് നിൽക്കുന്നുണ്ട്. ടൈമായി കേക്ക് കട്ടിങ് കഴിഞ്ഞോ. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് പറഞ്ഞാല് നമ്മൾ അന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ടീമാട്ടോ. അപ്പൊ അവരോടൊപ്പം തന്നെ ഈ കേക്ക് കട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. വലിയ സന്തോഷമാണ്. ഷാവുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യടാ, കട്ട് ചെയ്യാം.
നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ എന്ത് ഫീലാ തോന്നുന്നത്? കേക്ക് കഴിക്കണ ഫീലല്ല, ആ മനസ്സിൽ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. ഇവിടെ നോക്കടാ മുടി, അവിടെയാണ് അതിന്റെ ഫീല്. സംഭവം കേക്ക് കട്ട് ചെയ്തപ്പോ ചെറിയ പീസ തന്നെ, അപ്പോൾ വലിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കട്ടെ. ക്യാമറമാൻ കേട്ടോ, കൈ മാത്രമേ കാണിക്കുള്ളൂ. ഫേസ് റിവീൽ ചെയ്യാണ്ടാറുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. കേക്ക് നമ്മളെ സബ്സ്ക്രൈബറാണ്, വീഡിയോ കണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടോ, ഇനി ഒരു മുറിച്ച് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതാണ് നമ്മളെ കയ്യിലെ കേക്ക്. അപ്പോൾ എന്ത് തോന്നണം എനിക്ക് 1 year ആയിട്ടുള്ള സന്തോഷം. അടിപൊളി സെലിബ്രേഷൻ, അടിപൊളിയല്ലേ? പിന്നല്ലാതെ. കാരണം ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ 1 year ഈ ഒരു കഴിഞ്ഞ വർഷം തൊട്ട് ഈ ഒരു വർഷം വരെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഒരു 7 ദിവസം റെസ്റ്റ് എടുക്കണം, അതിനുശേഷം ഹെഡ് വാഷ്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജേണി എല്ലാ മാസവും PRPക്ക് വരണം, പിന്നെ മുടി വളരുന്നുണ്ടോ എന്ന് നോക്കണം, ഓരോ സമയത്തും മുടി വളരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഫുൾ നോക്കി ഇപ്പോൾ 1 year കംപ്ലീറ്റ് ആയപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, നല്ല റിസൾട്ടിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അവരും തന്നെ ഫുൾ സപ്പോർട്ടാണ് കാര്യങ്ങളും ഒക്കെ അല്ലേ. പിന്നല്ലേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, ഇതുവരെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ കാര്യം നമ്മൾ മാഡത്തിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നല്ല സപ്പോർട്ട് ഒന്നും നിങ്ങൾ വന്നോളൂ നമുക്ക് ശരിയാക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും എയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഇയർ തന്നെ ആയിരിക്കും. കാരണം ആ ഒരു ഓരോരോ ഇതിലിങ്ങനെ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് നിൽക്കുകയാണ്. ആ സന്തോഷമാണ്. സന്തോഷം. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം സ്റ്റാഫ്സാണ്. നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത അതേ ടീം തന്നെയാണ്, ഒരു ടീമാണ്. അതും കൂടി നമുക്ക് ഇതിൽ പറയാം. കാരണം നിങ്ങളിനി വരുമ്പോൾ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് ഇതേ ടീം തന്നെയാണ്. ഇവരൊരു ടീമുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മൾ നിർത്തുന്നില്ല കേട്ടോ. ഇനി മുട്ട അടിച്ചിട്ടും പല സെറ്റപ്പിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും കാണിച്ചു തരാണ്. അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ക്ലിക്ക് ചെയ്തേക്കിട്ടോ. ഓക്കെ, ടാറ്റാ. ബൈ ബൈ.